ആൾക്കാരിങ്ങനെ ഈ വലിയ ക്യാൻഡിലൊക്കെ ആയിട്ട് കണ്ട് തിരിയായിട്ട് വരും. എന്നിട്ട് അവരിവിടെ കൊണ്ട് അത് കൊണ്ട് സമർപ്പിക്കണം. ഇതിപ്പോൾ ഒരു സ്ഥലത്തു നിന്നുള്ളവർ കൊണ്ടുവന്ന് വലിയ ക്യാൻഡിൽ ഒരുമിച്ച് കൊണ്ടുവന്ന് അവരിവിടെ കൊണ്ടുവെക്കും. പ്രൊസഷനായിട്ട് പ്രദക്ഷിണമായിട്ട് ഓരോ ആൾക്കാർ കൊണ്ടുവെക്കും, എന്നിട്ട് കത്തിക്കും. ഇവരൊരു ഗ്രൂപ്പായിട്ട് വന്നവരാ വലിയ ക്യാൻഡിൽ വെക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ക്യാൻഡിൽ മേടിച്ചിട്ടുണ്ട്. ചെറിയ ക്യാൻഡിലാണ്. നമുക്ക് അതിലൊരു ക്യാൻഡിലിന് തന്നെ 100 രൂപ. ഒരു €1 €1 എന്ന് പറയുമ്പോൾ 100 രൂപ. നമ്മുടെ 100 രൂപയോളം ഒപ്പം ഉണ്ട്. അപ്പം നമ്മൾക്ക് ഇവർ മേടിക്കുന്ന പോലെ ലക്ഷങ്ങൾ കൊടുത്തൊന്നും മേടിക്കാനുള്ള കപ്പാസിറ്റി ഇല്ലാത്തത് നമ്മൾ ചെറുത് മേടിച്ച് പ്രൊസഷന് വേണ്ടി ക്യാൻഡിലാണ്. നമ്മൾ മേടിച്ചത് ഈ ക്യാൻഡിലാണ് പ്രൊസഷന് വേണ്ടിയിട്ട്. റഞ്ചിയുടെ കളർ നോക്കിയാൽ നല്ല സൂപ്പർ, നല്ല കളർ. ക്ഷമിക്കണമേ, ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത്, നീ ഞങ്ങളെ രക്ഷിക്കണമേ. നന്മ നിറഞ്ഞ മറിയമേ, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിന് ഫലമായി അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ, തമ്പുരാൻ്റെ അമ്മേ, പാപികളായി ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. അമ്മേ. അതെ, നമ്മൾ മുകളിൽ മല കയറാൻ പോയിട്ടുള്ള വിഷൻസാണ്. കുരിശിൻ്റെ വഴിയാണോ അതോ സീനറിയാണ്? ഇതാ ഞാൻ പറഞ്ഞു പിക്ചേഴ്സൊക്കെ ഉണ്ടെന്ന്. ഒന്നാം സ്ഥലം ഇതല്ലേ? അന്ന് അവിടെ എന്നതാ കുരിശാണ്. ഇവിടെയാണ് കേട്ടോ ഒന്നാം സ്ഥലം. കർത്താവേ, ഒന്നാം സ്ഥലം ഈശോയെ മരണത്തിന് വിധിക്കപ്പെടുന്നു. ഈശോയെ ഞങ്ങൾ അങ്ങേ കുമ്പിട്ട് ആരാധിച്ച് സ്തോത്രം ചെയ്യുന്നു. എന്തുകൊണ്ടെന്നാൽ വിശുദ്ധ കുരിശിനാൽ അങ്ങ് ലോകത്തെ വീണ്ടും രക്ഷിച്ചു. നമ്മൾ മല കയറിക്കൊണ്ടിരിക്കുമ്പം നമ്മൾ അവിടെ നിന്ന് കാണുന്ന ഓരോ കാഴ്ചകളൊക്കെയാണ്. ഇവിടെ നിന്ന് കാണാനും മാത്രം ഉള്ളതുകൊണ്ട് നമുക്ക് കാണാം. കണ്ടാ ക്ലോസപ്പ് എടുക്കും. വീഡിയോ ഇതല്ലേ ജസീമനെ നമുക്ക് കാണാൻ. താഴെ ജസീമ പ്രാർത്ഥിച്ചു അവിടെ നിന്നോണ്ട് പറയുമ്പോഴും പറയുമ്പോഴും ഉണ്ടല്ലോ. പ്രാർത്ഥിക്കുന്നു. നമ്മളിവിടെ വന്നപ്പോഴേ മേരി റെസ്റ്റോറൻ്റ് എന്ന് പറഞ്ഞൊരു റെസ്റ്റോറൻറ്റ് കണ്ടായിരുന്നു. ഇവിടെ വന്നിട്ടാണ് നമ്മൾ എല്ലാ ദിവസവും ഫുഡ് കഴിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ലാസ്റ്റത്തെ ദിവസം നമ്മൾ ചോദിച്ചു, ഞങ്ങൾ പോകുന്നതിന് മുമ്പ് ഫുഡ് കിട്ടുമോ നമ്മൾ ചോദിച്ചു. അപ്പോൾ അങ്ങനെ ഫുഡ് തരാം. ഇന്നത്തെ ലാസ്റ്റത്തെ ഫുഡ് ഇഡ്ഡലിയും ചട്നി കറി, എന്താണ് നമ്മുടെ ദാൽ കറിയൊക്കെ. അയ്യോ, നിങ്ങൾ കഴിച്ചു കഴിഞ്ഞു? ഞങ്ങൾ കഴിക്കുവാണ്. അപ്പോൾ ഇത് കഴിച്ചിട്ട് വേണം ഞങ്ങൾക്ക് എയർപോർട്ടിലേക്ക് പോകാനായിട്ട്. തമിഴ്നാട് പോണ്ടിച്ചേരി അക്കയാണ്. ഈ അക്കയാണ് നമ്മൾക്ക് ശരിക്കും പറഞ്ഞാൽ ഫുഡിൻ്റെ കാര്യങ്ങളൊക്കെ. ഇതും ഒരു ചെറിയ ഹോട്ടലാണ്. നമ്മളിവിടെ വന്നിരുന്ന കഴിച്ചുകൊണ്ടിരുന്നത്. ടാറ്റാ, ബൈ, താങ്ക് യു. ഇത് നമ്മളിവിടെ ഒരു സിസ്റ്റേഴ്സിൻ്റെ കോൺവെൻ്റാണ്. ഈ ലിഫ്റ്റ് മറ്റേ നമ്മുടെ ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ കയറിയ ലിഫ്റ്റാണ്. പട്ടി കണ്ടോ? പട്ടി. ഞങ്ങളിത് ഫ്ലൈറ്റിൽ കയറി ലൂർദിനോട് വിട പറയുന്നത്. Chers passagers, nous allons vous rappeler les consignes en cas d'urgence. Veuillez retirer vos écouteurs ou vos casques et écouteurs attentivement. Voici comment attacher, ajuster et détacher votre ceinture de sécurité. Thank you. Fine. Always busy. Nice to meet you. Okay.
I was there Which with you. language are you using? സാധാരണ അണ്ടർസ്റ്റാൻഡ് നോ No, I didn't understand very well. No, if I speak speedily, they can't. Yeah. I have to speak. എല്ലാ കൊൺസിലിയറേനോ Yes, yes. Thank you very much. Yes, yes. Fast. But But it is not so important, sister. ഞങ്ങളുടെ ഇന്നത്തെ യാത്ര ആരംഭിക്കുകയാണ്. ഞാൻ മുമ്പ് പറഞ്ഞതുപോലെ വത്തിക്കാനിലേക്കാണ് പോകുന്നത്. ഉച്ചവരെ അവിടെയുണ്ട്. നമ്മുടെ കരുണയുടെ പിന്നെ രൂപം വെച്ച് കരുണയുടെ ജപമാല ആരംഭിച്ച പള്ളിയാണിത്. ഇവിടെയാണ് വിശുദ്ധ ഫൗസ്റ്റീനയുടെ തിരുശേഷിപ്പുള്ളത്. അതുപോലെ തന്നെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയുടെ തിരുശേഷിപ്പ് ഇവിടെയുണ്ട്. ഇവിടെ വെച്ചിട്ടുണ്ട് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തിരുശേഷിപ്പ്. അവന് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിച്ചിട്ടുണ്ട് കേട്ടോ. വഴി ഇവിടെ മോഷണമൊക്കെ ഉണ്ട്, അതുകൊണ്ട് ഫോണൊക്കെ നിൽക്കുന്നില്ല, തട്ടിപ്പറിച്ചുകൊണ്ട് പോകുന്നുണ്ട്. പെട്ടെന്ന് വെക്കുവാണ്. ഞാനിവിടുന്ന് മെട്രോയിൽ കയറിയാണ് വത്തിക്കാനെന്ന് പോകുന്നത്. നല്ല വെയിലുണ്ട് ഇവിടെ. വെയിലുണ്ട്, ഭയങ്കര ചൂടല്ല, വെയിൽ തെളിഞ്ഞിട്ടുണ്ട്. സ്ക്വയർ വീണ്ടും നമ്മൾ വത്തിക്കാനിൽ തന്നെ വന്നു. ഇവിടെയാണ് നമ്മൾ കഴിഞ്ഞ ദിവസം വന്ന സ്ഥലമാണ്. അവിടെ ഇത് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ. ഇത് നമ്മൾ കണ്ടല്ലോ, അവിടെ നമ്മൾ കണ്ടായിരുന്നു. നമ്മൾ പിതാവിനെ കാണാനൊക്കെ പോയത് ഇവിടെ തന്നെയായിരുന്നു. ഇച്ചിരി കൂടെ ഫ്രണ്ടിലോട്ട് പോകുമ്പോഴാണ് ഇത് നമ്മുടെ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്ക. ഇത് സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ. നമ്മളന്ന് കണ്ട് അടുത്തുനിന്ന് ഫോട്ടോയൊക്കെ എടുത്ത സ്ഥലമാണ്. ഇച്ചിരി ദൂരെ കൂടെ പോകുന്നേ, ദൂരെയല്ല, സെയിം ക്യാമ്പസ്. ഇത് ഇന്ന് നമ്മൾ കണ്ട സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറാണ്. അവിടെ ഞങ്ങൾ സുഖമായിട്ട് അവിടെയൊക്കെ പോയി എത്തി. ലോർദിലൊക്കെ പോയി തിരിച്ചെത്തി. ഇന്നിപ്പം ഞങ്ങൾ ജസ്റ്റ് വത്തിക്കാൻ കാണാനായിട്ടാണ് ഒന്ന്, അതായത് വത്തിക്കാൻ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ അല്ലേ ബിദുവിയ, സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയർ, പിന്നെ കരുണയുടെ ഈശോയുടെ രൂപമുള്ള, അതായത് ആ കരുണയുടെ ജപമാല വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തുടങ്ങിയ ചർച്ച് ഇല്ല, അവിടെയായിട്ടാണ് നമ്മളിപ്പോൾ പോകുന്നത്. അപ്പം ഞങ്ങളിപ്പോൾ ജസ്റ്റ് ഹൗസിൽ നിന്ന് ഇറങ്ങിയേക്കുവാണ്. ഈ സിസ്റ്റേഴ്സിൻ്റെ പേര് ഇവിടെ എഴുതി വെച്ചിരിക്കുന്നത്. ഇതിവിടെ റൊഗേഷനിസ്റ്റിൻ്റെ ഹൗസാണ്. അപ്പം ജസ്റ്റ് ഞങ്ങൾ പോകാൻ വേണ്ടി ട്രെയിനിൽ കയറാൻ വേണ്ടി പോവാണ്. ഇവിടെ പിന്നെ സിഗ്നലുകളൊക്കെ അതേപടി പാലിക്കപ്പെടും, നമ്മളെപ്പോലൊന്നുമല്ല. പിന്നെ നമ്മൾ ഇറങ്ങി ഇതിലേക്കൂടെ നമ്മൾ ഇറങ്ങി നടക്കുവാണ്. അതായത് സീബ്ര ലൈനിൽ കൂടെ നടക്കുവാണെങ്കിൽ പിന്നെ ഒരു വണ്ടിയും തട്ടാൻ പറ്റും, അവരൊക്കെ അവിടെ വെയിറ്റ് ചെയ്യും. അല്ലാതെ നമ്മൾ ഇടക്കൂടെ കയറി പോകേണ്ട അവസ്ഥയൊന്നുമില്ല. നമ്മൾ രാവിലെ ഞാൻ പറഞ്ഞല്ലോ സെൻറ്റ് പീറ്റേഴ്സ് ബസിലിക്കയിലേക്ക്. ഇപ്പോൾ ആദ്യം പോകുന്നത് കരുണയുടെ ഈശോയുടെ ജപമാല ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ തുടങ്ങിയ പള്ളിയിലേക്കാണ് ആദ്യം പോകുന്നത്. ഇവിടെ എല്ലാവർക്കും നമ്മുടെ സാരി ഭയങ്കര അട്രാക്ഷനാണ്. പലരും പറഞ്ഞിട്ട് നല്ല രസമുണ്ടെന്ന് പറയും. സാരി കണ്ടിട്ട് ഇവിടെ അധികം ആൾക്കാർ സാരി യൂസ് ചെയ്യാത്തില്ലാത്തതുകൊണ്ട്, ഇവിടെ ആരും സാരി യൂസ് ചെയ്തില്ലാത്തതുകൊണ്ട് കാണുമ്പോഴത്തേനും അവിടെയും നമ്മൾ ലോർദിൽ ചെന്നപ്പോഴും അവർ നമ്മളെ നിർത്തി ഫോട്ടോ എടുക്കലൊക്കെ ആയിരുന്നു. സാരി കണ്ടു. ഇതാണ് കരുണയുടെ പള്ളി, അതായത് ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ കരുണയുടെ രൂപം സ്ഥാപിച്ച് കരുണയുടെ ജപമാല സമർപ്പിക്കാനായിട്ട് തുടങ്ങിയ പള്ളി. നമ്മുടെ
ഒലീവാണ് കേട്ടോ, ഇത് ഒലിവ് ട്രീ ആണ്. ഇത് ഒലിവ് ട്രീ, ഇത് കരുണയുടെ മരം. ഇവിടെ ചേച്ചി കുർബാനൊക്കെ ചെയ്തു. ഇവിടെ നമ്മൾ കോളിഡോർ കയറാനായിട്ട് പോവുകയാണ്. എല്ലാ 4 ബസിലിക്കയാണ് നമുക്ക് മെയിനായിട്ടുള്ളത്. പത്രോസ്ലിഹായുടെ ബസിലിക്ക, പത്രോസ്ലിഹായുടെ ബസിലിക്കയിലെ കോളിഡോറാണ് നമ്മളിപ്പോൾ കയറാൻ പോകുന്നത്. ഇത് പിയാത്ത എന്നാണ് നമ്മൾ ഇതിന് പറയുന്നത്. മൈക്കിൾ ഏഞ്ചൽ വരച്ചതാണ്. അതിൻ്റെ സ്ക്രിപ്റ്റാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അതിനെപ്പറ്റിയുള്ള വിവരണങ്ങൾ. ക്ലിയറായിട്ട് വരുന്നില്ലല്ലോ, ക്ലിയർ ആകുന്നില്ലല്ലോ. മൈക്കിളാഞ്ചലോ ഉണ്ടാക്കിയ പിയാത്ത വരച്ച പിയാത്ത. നമുക്ക് മെയിനായിട്ടും എല്ലാ 25 വർഷം കൂടുമ്പോഴുമാണ് ഹോളി ഡോറ് എന്നുള്ള വാതിൽ തുറന്നിടുന്നത്. അപ്പോൾ ഇത് 2025 ജൂബിലി വർഷത്തിൽ ഇവിടെ നമുക്ക് 4 മെയിൻ ബസിലിക്കയാണുള്ളത് കരുണയുടെ വാതിലായിട്ട് തുറന്നിടുന്നത്. അതൊന്ന് ഏറ്റവും പ്രധാനപ്പെട്ടത് പത്രോസ്ലിഹായുടേത്, പിന്നെ പൗലോസ്ലിഹായുടേത്, പിന്നെ മേരി മേജർ ചർച്ച് മാതാവിൻ്റെത്, പിന്നെ സെൻറ്റ് ജോൺ ബാപ്റ്റിസ്റ്റിൻ്റെ, അങ്ങനെ 4 ബസിലിക്കയാണുള്ളത്. അതിന്ന് നമ്മളിപ്പം പത്രോസ്ലിഹായുടെ ബസിലിക്കയാണ് നമ്മൾ കയറി അവിടെയുള്ള പല മാർപ്പാപ്പന്മാരെ അടക്കിയിരിക്കുന്ന കബറിടങ്ങളും നമ്മൾ സന്ദർശിക്കും. പത്രോസ്ലിഹ ക്യൂ ആണ്, ഭയങ്കര ക്യൂ ആണ്. നമുക്കങ്ങനെ എടുക്കാനൊക്കെ ആയിട്ട് ഭയങ്കര ബുദ്ധിമുട്ടാണ്. സെൻറ്റ്
പേസ്റ്റേഴ്സ് ബസിലിക്ക. 4-ാം നൂറ്റാണ്ടിലെ കുരിശാണ്. കുരിശ്, ഓൾഡ് കുരിശാണത്. നമ്മളിപ്പോൾ എത്തിയിരിക്കുന്നത് നമ്മുടെ ഡിനോയ് അച്ഛൻ്റെ പള്ളിയിലാണ്. ഡിനോയ് അച്ഛൻ എൻ്റെ ആങ്ങള റോയി അച്ഛൻ്റെ ബാച്ചുകാരനാണ്. ഞങ്ങൾ ജസ്റ്റ് ഇന്ന് ഒരുമിച്ച് ഡിന്നർ കഴിക്കാൻ വേണ്ടി ഇവിടെ എത്തിയപ്പോൾ മോളെ കണ്ടോ? സൊസൈറ്റി ഓഫ് ഡിവൈൻ ഒക്കെ സോണി എന്ന് പറഞ്ഞിട്ട്. അല്ല നമ്മൾ ഏ സൈഡിൽ കൂടെ പോകണ്ട, അതാണ് ചിരിക്കുക. വരും. ഇതാണ് ഡിനോയ് അച്ഛൻ എന്നുള്ള പാരിഷ്. സുഖം. ഡിനോയ് അച്ഛൻ അങ്ങനെ വന്നു കേട്ടോ. ഗ്രേപ്സ്. ഇത് അരുണച്ചൻ. ഇത് കൊള്ളാലോ, സൂപ്പറായിട്ടുണ്ടല്ലോ. ഡിനോയ്ച്ചൻ്റെ ടെറസാണ് ഇത്. ഫുഡിൻ്റെയൊക്കെ സ്ഥലം അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നു. പലതരത്തിലുള്ള ഗ്ലാസ്സുകൾ. ഈ ഫിദനയിലാണ് ആള് നന്ദിലാണ് എക്സാക്ട് ചെയ്ത്. ആളുടെ കൂടെ ആളുടെ 7 മക്കളും. 7 മക്കളും മരിച്ചു. ഉണ്ട്. കുർബാനയൊക്കെ കഴിഞ്ഞു. കുർബാന കഴിഞ്ഞു. അവിടെ ഒരു കപ്പലുണ്ട്. പിന്നെ അവിടെ അതാരാ? അത് ഞങ്ങളുടെ ഫൗണ്ടർ ഫാദർ ജസ്റ്റിൻ അവിടെ ഉള്ളത്. ഇത് മാതാവ്. ഇത് ഡിനോയ്ച്ചൻ്റെ പള്ളിയിൽ ദിവസങ്ങളിൽ കുർബാന ചെല്ലുന്ന ചെറിയ അൽത്താരയാണിത്. അവിടെ ശനിയാഴ്ച വൈകുന്നേരവും ഞായറാഴ്ച മാത്രമാണ് മറ്റേ നമ്മൾ ആദ്യം കണ്ട വലിയ പള്ളി കുർബാനയുള്ളൂ. ഇത് ചെറിയ പള്ളി. Va bene, ciao. Che brava Roberta. നിങ്ങളുടെ സ്വന്തം പാരിഷാണോ അത്? ഞങ്ങളുടെ പരീക്ഷയാണ്. ഞങ്ങളുണ്ടാക്കിയ പരീക്ഷയാണ്. മീൻസ് ഇവിടെ ഒന്നും ഇല്ലാത്ത സമയത്ത് ഒരു 50-60 വർഷം മുമ്പ് ഞാൻ ജനിച്ചിട്ട് ഇതെത്തി. നമ്മുടെ ഇത് 701 നമ്പർ ട്രെയിനാണ്. തുരങ്കമാണ് മക്കളെ, തുരങ്കം. ഞങ്ങള് ഇവിടെ തുസ്കൊളാന റെയിൽവേ സ്റ്റേഷൻ, മെട്രോ സ്റ്റേഷനിൽ വന്നിരിക്കുകയാണ്. ഇവിടെ നിന്ന് അടുത്ത സ്റ്റേഷനിലേക്ക് പോകാനുണ്ട്. അവിടെ നിന്നാണ് അങ്ങോട്ടുള്ള ട്രെയിൻ. ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നു. നാപ്പോളി പോവാം. നാപ്പോളി ബിൽഡിംഗ്. നാപ്പോളി സെൻട്രൽ റെയിൽവേ സ്റ്റേഷനാണിത്. നാപ്പോളി സെൻട്രാല്. ഞങ്ങൾ ഇവിടെ നിന്നൊക്കെ കുറച്ച് സമയം നല്ല ഉറക്കം ഉറങ്ങില്ല. ഇപ്പൊ തിരിച്ചാ പോകുന്നു ട്രെയിൻ. നമ്മള് സലേർണോ എന്ന് പറയുന്ന സ്റ്റേഷനാണ്. ഇത്
സ്റ്റേഷന് സെൻട്രൽ. ഇനിയിപ്പോൾ നമ്മൾ കുറച്ച് നടന്നു പോകണം. പട്ടിയെ കണ്ടോ? പട്ടിയെ എല്ലാവരുടെ കയ്യിലുണ്ടാവും പട്ടി. നല്ല സൂപ്പർ പട്ടിക്കുഞ്ഞായി. അങ്ങോട്ട് നോക്കടാ. യെസ്, വെരി ഗുഡ്. ഇനിയിപ്പോൾ നമ്മൾ ബോട്ടിനാണ്. മറ്റേ അന്ത്രയോസ്ലിഹയുടെ ഇത് കുറ്റവും മറ്റേ അടക്കിയ സ്ഥലം കാണാനായിട്ട് പോകുന്നത് ബോട്ടിനാണ്. ഇത് കടൽക്കരയാണ്. നമ്മൾ ഇഷ്ടംപോലെ ബോട്ടുകൾ കിടക്കുന്നു. നമ്മൾ ടിക്കറ്റ് എടുക്കാൻ പോകുന്നതാണ്. ഈ ബോട്ടിന് ടിക്കറ്റ് എടുക്കണം. എന്നിട്ട് വേണം അന്ത്രയോസ്ലിഹയുടെ പള്ളിയിലേക്ക് പോകാനായിട്ട്. അതെ, ഇത് ആൻ്റണി അച്ഛൻ നമ്മുടെ ഓടത്തിലുണ്ട്. ഇതാണ് പള്ളി. ഞാൻ ഓർത്ത് ഒരുപാട് കയറി പോകണമെന്ന്. ഇതാണ് പള്ളി കേട്ടോ. ഈ സ്റ്റെപ്പല്ലേ? ഇതാണ് കേട്ടോ അന്ത്രയോസ് ഉണ്ണിയാളുടെ പള്ളി. മൈ ഗാഡ്. ഇത് അമാൽപ്പിയിലെ ഈശോയുടെ കുരിശുരൂപം. തുകവെള്ളിയാഴ്ച ഈ കുരിശുരൂപം പുറത്തെടുത്ത് വലിയൊരു പ്രദക്ഷിണം ഉണ്ടാവും ഇവിടെ. പള്ളിയിൽ നിന്ന് എസ് ഇറങ്ങി വരുവാണേ. കുരിശല്ല, കുരിശല്ല, ആകൃതി നോക്കിയൊരു. അവിടെ കപ്പൽ ഷിപ്പിൽ കയറാനായിട്ട് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഓടിപ്പോവാണേ. ഇവിടെയൊക്കെ വരുമ്പോഴത്തേനും കുറേ സമയം സ്പെൻഡ് ചെയ്യേണ്ട സ്ഥലങ്ങളാണ്. അത് നമ്മൾ ടൈം ഇല്ലാത്തത് കൊണ്ട് 2 ദിവസം കൊണ്ട് ഇവിടെ എല്ലാം കണ്ടു തീരണം. അതുകൊണ്ട് ഇതിപ്പോൾ ഇവിടുന്ന് നമ്മൾ തിരിച്ചു പോവുകയാണ് ഇനി മത്തായിസ്ലിഹയുടെ പള്ളിയിലേക്ക്, കബറിടത്തിലേക്ക്. നമ്മളിതാ തിരിച്ചു പോകാൻ വേണ്ടി ബോട്ടിൽ കയറിയേക്കുവാണ് കേട്ടോ. ഇതാണ് നമ്മുടെ എന്ത് രസമെന്ന് എനിക്ക്. എന്തോരം മലയിലാണ്. ഒറ്റ മുകളിലൊരു പള്ളിയും കുരിശും. എസ് ഓൾറെഡി അകത്തോട്ട് കയറിപ്പോയി. പതിനാറാം നൂറ്റാണ്ടിൻ്റെ ബിൽഡിങ്ങാണിത്. ഇതിനകത്ത് പുരാതന കാലത്തിൻ്റെ എല്ലാ റിലിക്സും ഉണ്ട്. റിലിക്സ് ഓഫ് ദ ട്രൂ ക്രോസ്. പണ്ട് ജീസസ് മരിച്ചുപോയ ക്രോസിൻ്റെ കഷ്ണം. അവിടെ പോയില്ല റോമില് ഞാൻ പണ്ട് പോയിട്ടുണ്ട്. ബ്ലൗസ് പുറത്ത് തന്നെയാണ് കേട്ടോ. ഈ ദേവാലയത്തിൻ്റെ ആരംഭത്തിൽ ഉപയോഗിച്ചിരുന്ന വെസ്റ്റ്മെൻ്റാണ്. 18-ാം നൂറ്റാണ്ടിൽ ബിഷപ്പ്മാർക്ക് ഇരിക്കാനായിട്ടുണ്ടായിരുന്ന സിംഹാസനമാണ് നമ്മൾ ഈ കാണുന്നത്. ഇന്നൊന്നും ഇത് നിലവിലില്ല. ഇതൊക്കെ 18-ാം നൂറ്റാണ്ടിൽ സ്ഥാപിതമായിട്ട് ഇവിടെ ദേവാലയത്തിലുണ്ടായിരുന്ന ക്രിസ്തുവിൻ്റെ വിശുദ്ധരുടെയൊക്കെ രൂപങ്ങളുടെ അവശിഷ്ടങ്ങളാണ്. ചിലതിൻ്റെയൊക്കെ കാലും കൈയും തലയും ഒക്കെ പോയതുണ്ട്. പിന്നെ രക്തസാക്ഷികളെ പ്രതിനിധീകരിക്കുന്നതാണ്. തല വെട്ടി കയ്യിലെടുത്തേക്കുന്ന ഒരു ചിത്രം കണ്ടോ. സെൻറ്റ് ദിനോസിയോ, മരിയ മദ്ദലേന, ജാക്കോമോ മജോറെ, എവിസ്ത ചോ. 18-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ധൂമകുറ്റി, 18-ാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന കുർബാനയുടെ
ഹാസ, പീലാസ, കുർബാന പുസ്തകം. ഇത് പത്രോസ്ലീഹായുടെ രൂപമായിരുന്നു. 1595 ഈ കത്തീഡ്രലിൽ സ്ഥാപിച്ചിരുന്നതാണ്. ഇപ്പോൾ ഇത് ചതൽപ്പുറ്റൊക്കെ പിടിച്ചിട്ടുണ്ട് എങ്കിലും നമ്മളതിനെ ഇതുണ്ടാകും എപ്പോഴും പഴയ പുരാതന വസ്തുവായിട്ട് സൂക്ഷിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ഫ്രാൻസിസ് അസീസി, ഇതാരാണോ പേര് കാണുന്നില്ല, ഈ കുരിശ്, ഇതെല്ലാം ആദ്യകാലങ്ങളിൽ ഈ പള്ളിയിൽ ഉപയോഗിച്ചിരുന്നതാണ്. അതൊക്കെ സ്റ്റോപ്പ് ചെയ്ത് 15-ാം നൂറ്റാണ്ടിൽ ഉണ്ടായിരുന്ന മാതാവിൻ്റെ ഒരു രൂപമാണ്. എല്ലാം ചതൽപ്പുറ്റൊക്കെ അരിച്ചു. ഈ കുത്തുകുത്തായിട്ട് കാണുന്നതൊക്കെ തടി ദ്രവിച്ചേക്കുന്നതാണ്. ഇതും 15-ാം നൂറ്റാണ്ടിൻ്റെയാണ് ഈ പടം. എല്ലാം പഴകിയ പടങ്ങളാണ്. പ്രദക്ഷിണത്തിൻ്റെ സമയത്ത് തിരുശേഷിപ്പ് വഹിക്കുന്ന ഒരു പേടകമായത്. ഇവിടെ പത്രോസ്, അന്ത്രയോസ്, യാക്കോബ്, യോഹന്നാൻ ശ്ലീഹന്മാരുടെ തിരുശേഷിപ്പ്, സെൻറ്റ് ലോറൻസ്, സെൻറ്റ് പീറ്റർ, എല്ലാവരുടെയും തിരുശേഷിപ്പുകൾ മാത്രം വെച്ചിരിക്കുന്ന ഒരു ദേവാലയമാണ്. ഇതിനകത്ത് നമുക്ക് കയറാൻ പറ്റത്തില്ല. നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇതിൻ്റെ വ്യൂ എടുക്കുവാണ്. അന്ത്രയോസിൻ്റെ അൾത്താര, താഴെ നമ്മൾ കണ്ടത് കബറിടം. ആ കബറിടത്തിൻ്റെ നേരെ മുകളിലായിട്ടാണ് ഈ അൾത്താര. ഇവിടെയാണ് വിശുദ്ധ ബലി അർപ്പിക്കപ്പെടുന്നത്. അന്ത്രയോസ് പുണ്യാളൻ്റെ മരണം എങ്ങനെയായിരുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്കിവിടെ കാണാൻ പറ്റും. കുരിശ് ഗുണനചിഹ്നത്തിൻ്റെ ആകൃതിയിൽ ഈശോ നേരെ കുരിശിൽ മരിച്ചു, പത്രോസ്ലീഹ തലകീഴായി കുരിശിൽ മരിച്ചു. അപ്പോൾ ഇതിന് രണ്ടിനും യോഗ്യതയില്ലാത്തവൻ എന്നുള്ള നിലയിൽ ഗുണനചിഹ്നത്തിലാണ് അന്ത്രയോസ് രക്തസാക്ഷിത്വം വരിച്ചത്. ഇവിടെ ഓരോരുത്തരുടെയും കബറിടങ്ങളുണ്ട്. ഇതൊരു രക്തസാക്ഷിയായിട്ടുള്ള, അന്നത്തെ കാലത്ത് പീഡനം സഹിച്ച് മരിച്ച ഒരാളുടെ കബറിടമാണ്. നമുക്കിവിടെ പേര് കാണാൻ പറ്റുന്നില്ല. ഇത് 15-ാം നൂറ്റാണ്ടുകൾക്ക് മുന്നേ ഉപയോഗിച്ചിരുന്ന മാമോദിസ തൊട്ടിയാണ്. വന്നേക്കുന്നത് നാപ്പൊളി എന്ന് പറയുന്ന സ്ഥലത്ത് പൊമ്പൈ മാതാവ് എന്നറിയപ്പെടുന്ന ബസിലിക്കയിലാണ്. ഇവിടെ നമ്മൾ ഈ കാണുന്ന ഈ മാതാവ് വളരെ ശക്തിയുള്ള അത്ഭുത മാതാവാണ്. അനേക ആൾക്കാർക്ക് അത്ഭുതങ്ങളൊക്കെ കിട്ടിയേക്കുന്നതാണ്. അപ്പോൾ ഈ മാതാവ് നമ്മുടെ വേളാങ്കണ്ണി മാതാവിൻ്റെ പോണത് ഒരു തീർത്ഥാടന കേന്ദ്രമാണ് ഈ ബസിലിക്ക. ഒരു അൾത്താരയും ഈശോയുടെ തിരുഹൃദയത്തിൻ്റെ അൾത്താരയാണിത്. ഈ പള്ളിയിൽ തന്നെ ഉള്ള വേറൊരു വിശുദ്ധനാണ് സെൻറ്റ് ബർത്തലോ. പുള്ളിക്കാരന് ഒക്ടോബർ 7-ാം തീയതി വിശുദ്ധനാക്കാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുന്ന ഡേറ്റാണ്. ഇതൊരു അഡ്വക്കേറ്റ് ആയിരുന്നു.
ഒരു വിജാതീയനായിട്ട് ജീവിച്ച ആളാണ്. മാനസാന്തരത്തിലേക്ക് വന്നതിൻ്റെ ഒരു ചിത്രമാണ് ഈ കാണുന്നത്. അതായത് ആദ്യം എല്ലാം സിൽവറും കൊണ്ട് ഉണ്ടാക്കിയേക്കുന്നതാണ്. ഇതിൽ ഓരോ ചിത്രത്തിനും ഓരോ കളറാണ് വന്നേക്കുന്നത്. ഏറ്റവും ആദ്യം കാണുന്നത് ഡാർക്കായിട്ടിരിക്കുന്നത്, പുള്ളി പൈശാചികമായിട്ട് ബന്ധനത്തിലായിരിക്കുന്നത്. അതിനുശേഷം പുള്ളിക്കാരന് മാനസാന്തരത്തിലേക്ക് വരുന്ന ഓരോ പടികളിലും പിശാച് പുള്ളിയെ തള്ളിയിടുന്നു, മാലാഖമാരെ കൈകോർത്ത് പിടിച്ച് കയറ്റുന്നു. അങ്ങനെ ഓരോ പടികൾ വിശുദ്ധിയിലേക്ക് വരുന്തോറും അദ്ദേഹത്തിൻ്റെ പാപക്കറകൾ മാഞ്ഞു പോകുന്നതിൻ്റെ അടയാളമായിട്ട് മാലാഖമാർ സ്വർഗത്തിലേക്ക് ആനയിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ഉള്ളതാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ? അപ്പോൾ ആ കളറ് മാറി വെള്ളിക്കളറിൻ്റെ ക്ലാരിറ്റിയിലേക്ക് വരുന്നൊരിതാണ്. അങ്ങനെ ദൈവസന്നിധിയിലേക്ക് ആ മനുഷ്യൻ വിശുദ്ധനായിട്ട് മാനസാന്തരത്തിലേക്ക് വന്നതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ഒരു സ്റ്റാറ്റ്യൂ. അതിൻ്റെ നടകളും കാര്യങ്ങളൊക്കെ. ആ മുകളിലൊരു കറുത്തായിട്ട് കാണുന്നത് അദ്ദേഹത്തിൻ്റെ തിരുശേഷിപ്പാണ്. ഇങ്ങേരുടെ മുറിയൊക്കെ നമുക്കിപ്പോൾ കാണാൻ പറ്റും. ഇത് ഈ ബസിലിക്കയ്ക്കുള്ളിൽ തന്നെയാണ്. അതായത് ഈ ഒരു ഏരിയയിൽ ജീവിച്ച ആളായതുകൊണ്ട് തന്നെ ഈ ബസിലിക്കയിലാണ് ഇദ്ദേഹത്തിൻ്റെ മ്യൂസിയവും ചെയ്ത കട്ടിലും ഇയാൾ താമസിച്ചിരുന്നതൊക്കെ കിടക്കുന്നത്. കാരണം ഈ ഒരു സ്ഥലം ഈ ബസിലിക്ക പണിയാൻ വേണ്ടി ഇവർ വിട്ടുകൊടുക്കുമായിരുന്നു. അങ്ങനെയാണ് ഇവിടെ ഈ ബസിലിക്ക ഉണ്ടായത്. നമ്മളിപ്പോൾ പറഞ്ഞ ബർത്തലോ എന്ന് പറയുന്ന ആൾ ഉപയോഗിച്ച കട്ടിലും കാര്യങ്ങളും ഒക്കെയാണ് ഈ കാണുന്നത്. അദ്ദേഹം താമസിച്ചിരുന്ന മുറിയാണ്. ഇന്നത്തെ കാലത്ത് അദ്ദേഹം തീരെ ലളിതനായി ജീവിച്ചിരുന്നതാണ്. ഇത് അദ്ദേഹത്തിൻ്റെ ചിത്രമാണ്. അദ്ദേഹത്തിൻ്റെ ഭാര്യയെ കുറേ പാവപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ജീവിതമൊക്കെ കൊടുത്ത് ഒരു വിശുദ്ധിയിൽ ജീവിച്ച മനുഷ്യനാണ് ഇദ്ദേഹം. ഇവിടുത്തെ മാതാവിൻ്റെ അത്ഭുതങ്ങളാണ് ഈ കാണുന്നതെല്ലാം. അതായത് ഓരോരുത്തർ കാലും കൈയും ഹൃദയവും ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്, കുഞ്ഞുങ്ങളെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ അവർക്കുണ്ടായേക്കുന്ന അത്ഭുതത്തിൻ്റെ പ്രതീകമായിട്ട് ഇവിടെ പതിപ്പിച്ച് വെച്ചേക്കുന്നതാണ്. ഇവിടെ കുറേ ഉണ്ട്. അങ്ങനെ നമ്മളൊരു കുറച്ചത് മാത്രം എടുക്കുന്നു. ഇത് ബ്ലെസ്സഡ് ബർത്തലോ ലോങ്കോൻ്റെ അൾത്താരയാണ്. ഈ അപ്പുറത്തും ഇപ്പുറത്തും കാണുന്നത് അദ്ദേഹം വളർത്തിയ പാവപ്പെട്ട കുഞ്ഞുങ്ങളുടെ ഒരു സാക്ഷ്യമാണ്. ഓർഫൻ പിള്ളേരാണ്. ഇതൊക്കെ ഇദ്ദേഹത്തിൻ്റെ മധ്യസ്ഥത്തിൽ നടന്ന അത്ഭുതങ്ങളാണ്. മാതാവിൻ്റെ റോസറി പ്രചരിപ്പിച്ച് കിട്ടിയ അത്ഭുതങ്ങളുടെ ഇതാണ്. ഇതും നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഉപയോഗിച്ചിരുന്ന ഈ ദേവാലയത്തിൽ ഉപയോഗിച്ചിരുന്ന പുരാതന വസ്തുക്കൾ. കാസ പീലാസ, അൾത്താര, സക്രാരിയുടെ വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുന്നത്, പുരാതന കുരിശ്. നമ്മൾ വേഗം എടുത്ത് പോവുകയാണ്, കാരണം ഇതിപ്പോൾ അടയ്ക്കാറായി. അതുകൊണ്ട് പഴയ എല്ലാ കളക്ഷൻസും ഇവിടെയുണ്ട്. ഒരു മ്യൂസിയമായിട്ട് ചിത്രശേഖരണം, ഉണ്ണീശോയുടെ രൂപം, പുൽക്കൂട്, മാതാവ്, എല്ലാം പുൽക്കൂടിൻ്റെ ഒരു ചെറിയ ഫാമിലി ലൈവ് ക്രിബ് എന്ന് പറയുന്നത്. വിശുദ്ധ കുർബാന എഴുന്നള്ളിച്ച് വെക്കുന്ന പീഠം. പണ്ടൊക്കെ ഉപയോഗിച്ചിരുന്ന താക്കോലുകൾ പള്ളിയിൽ ഉപയോഗിച്ചിരുന്ന താക്കോലുകളാണ്. നമ്മളിന്ന് വിശുദ്ധ പാദ്രി പിയോയുടെ സ്ഥലം, പിന്നെ
മിഖായേൽ മാലാഖയുടെ സ്ഥലം അങ്ങനെ കാണാൻ വേണ്ടി പോവുകയാണ്. ഇന്ന് നമ്മൾ ടാക്സിയിലാണ് പോകുന്നത്. ഇവിടെ ഈ മിഖായേൽ മാലാഖയുടെ ഒരു പള്ളിയുണ്ട്, അങ്ങോട്ടേക്കാണ് നമ്മൾ പൊക്കോണ്ടിരിക്കുന്നത്. കുറച്ച് നടക്കാനുണ്ട്. അതുകൊണ്ട് ജെസ്സിയമ്മയൊക്കെ വരുന്നുള്ളൂ. നല്ല വെയിലും ഉണ്ട്. എന്താ ഫ്ലവർ നോക്കി, സൂപ്പർ ആ പള്ളി. മുകളിലത്തെ കുരിശ് വളരെ ചെറിയൊരു കുരിശാണ്. ഇതിപ്പം ഇവിടുത്തെ കൊന്തകൾ കണ്ടോ, പാതിര പിയോടെ കൊന്തകൾ വെച്ചേക്കും. ഇതാണ് സെൻറ്റ് മൈക്കിളിൻ്റെ സാങ്ച്വറി എന്ന് പറയുന്നത്. സത്യമാനും ജെസ്സിയമ്മയ്ക്ക് ഒത്തിരി സ്ഥലങ്ങൾ നടക്കാനായിട്ട് നല്ല ബുദ്ധിമുട്ടുള്ള സ്ഥലങ്ങളാണ്. പക്ഷേ ജെസ്സിയമ്മ എല്ലായിടത്തും ഇങ്ങനെ സഫർ ചെയ്ത് തന്നെ വരുവാണ്. കാരണം ഈ സ്റ്റെപ്പ് ഇറങ്ങാനും കയറാനും ഒക്കെ നല്ല ബുദ്ധിമുട്ടുണ്ട്. പല പല സ്ഥലങ്ങളിലും എല്ലായിടത്തും ഇങ്ങനെ തന്നെ ഇരിക്കുന്ന ഓരോ സ്ഥലത്തും ഓൾട്ടർ പോലൊക്കെ ഇരിക്കുന്നുണ്ട്. മാതാവിൻ്റെ ഒരു ഗ്രോട്ട്, സോറി പള്ളി വന്നപ്പോൾ ഇവിടെ കുർബാന തീരാറായ കുർബാന കൊടുക്കുന്ന സമയം. ഇത് സൗണ്ട് സിസ്റ്റം എന്താണ്, പിയാനോ ഒക്കെ വായിക്കുമ്പോൾ സൗണ്ട് കേൾക്കുന്ന ഇങ്ങനെ ഇവിടുന്ന് ഈ സൈഡിൽ നിന്ന്. അത് ആ സൈഡിലുണ്ടോ ബോക്സ് ഉണ്ട് ഇടാൻ. ജോൺ ബോൾ ഉണ്ടാവൻ പാർപ്പയും നമ്മുടെ മദർ തെരേസയൊക്കെ പാതിരപ്പിയ ചർച്ചിൻ്റെ ബോഡി ഇരിക്കുന്ന ചർച്ചിൻ്റെ ബാക്ക് സൈഡും ഇങ്ങനെ അനുബന്ധിച്ചുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതേ നമ്മൾ ഇറ്റാലിയൻ ഹോട്ടലിലാണ് കേട്ടോ. നമ്മുടെ ഇന്ത്യൻ ഹോട്ടലിലെ ഒത്തിരി സാധനങ്ങൾ ആദ്യം കിട്ടുന്ന ഉണക്കറൊട്ടിയാണ് കിട്ടിയേക്കുന്നത്. ഇതെല്ലാരും കറുമുറ കടിച്ചു പിടിക്കുന്നുണ്ട്. ഇത് വേറൊന്നുമില്ല, ഉപ്പും ഇതുണ്ടോ, നമ്മുടെ വീട്ടിലുള്ള ടേസ്റ്റ് അല്ല കേട്ടോ, ഇച്ചിരി നല്ല ടേസ്റ്റാണ്. മാതിരപ്പിയ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണ് അത്. കുർബാനയ്ക്ക് ഉപയോഗിച്ചുകൊണ്ട് സാധനങ്ങളും ഇരുന്ന് കസേര, ഇത് മൊത്തം എഴുത്തുകളാണ്. എഴുത്തുകൾ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്, എഴുത്തുകൾ എന്തുമാത്രം എഴുത്തുകളാണ്. ഇതെല്ലാം ഉപയോഗിച്ചുള്ള സാധനങ്ങളും പെട്ടി കുർബാനയുടെ സാധനങ്ങളും വീഞ്ഞും വെള്ളം വെക്കുന്ന ബെല്ലും എല്ലാം. the
ചർച്ചാണ്. ചെരുപ്പ് അതെന്ന് തോന്നുന്നല്ലേ. ഇത് എന്താ വിശുദ്ധ പാദ്രി പിയോ ഉപയോഗിച്ചു വരുന്ന കട്ടിൽ, ചെരുപ്പ്. വിശുദ്ധ പാദ്രി പിയോ ഇരുന്നത് റൂമാണ്. കാര്യങ്ങളാണ് വിശുദ്ധ പാദ്രി പിയോ ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളൊക്കെയാണ്. 1923 ഇതൊക്കെ ആക്കിയാൽ നടത്തില്ല ചിലപ്പോൾ. നമ്മൾ കറക്റ്റായിട്ടൊരു എവിഡൻസൊന്നും കിട്ടുന്നില്ല. ഉപയോഗിച്ചുകൊണ്ടിരുന്ന മെഡിസിൻ സംബന്ധമായ കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ ഒറിജിനലാണ്, പുള്ളി മോഡേണാണല്ലോ, മോഡേൺ. അല്ല ഞാൻ പറഞ്ഞതേ, മെഡിസിൻ ഉപയോഗിച്ചുകൊണ്ടിരുന്ന സാധനങ്ങളൊക്കെയാണ്. ഇത് നമ്മൾ പാദ്രി പിയോയുടെ ബോഡി വെച്ചിരിക്കുന്നിടത്തോട്ട് പോകുന്ന സ്ഥലമാണ്. പള്ളി ബോഡി വെച്ചിരിക്കുന്ന പള്ളിയുടെ അങ്ങോട്ടാണ് നമ്മൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. മുകളിൽ കണ്ടത് വലിയ പള്ളിയാണ്. ഇപ്പോൾ ബോഡി വെച്ചിരിക്കുന്ന അതിൻ്റെ താഴത്തെ ഒരു പള്ളിയിലാണ് പോകുന്ന വഴിക്കുള്ള സംഭവങ്ങളാണ് അതൊക്കെ. വിഷൻ ഓഫ് ദി ബാറ്റിൽ വിത്ത് ആൻ അഗ്ലി ജിയാൻറ്റ്. പാദ്രി പിയോയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങളൊക്കെ തന്നെയാണ് ചിലതൊക്കെ. പാദ്രി പിയോയ്ക്ക് സ്റ്റിഗ്മാറ്റ കിട്ടുന്നതാണത്. കുമ്പസാരിപ്പിക്കുന്ന നമ്മൾ മുകളിൽ കണ്ടല്ലോ, കുമ്പസാരത്തിൽ കണ്ടല്ലോ, കുമ്പസാരക്കൂടെ നമ്മൾ മുകളിൽ കണ്ടായിരുന്നു. ഇത് ഫ്രാൻസിസ് അസീസിയുടെ ജീവിതത്തിലെ ഓരോ സംഭവങ്ങൾ കണ്ടിട്ട് ഇത് പാദ്രി പിയോയുടെ കബറിടെ ഉള്ള ചാപ്പലാണ് ഈ കാണുന്നത് കേട്ടോ. അതിലേക്ക് ഗോൾഡൻ ഞാൻ പറഞ്ഞില്ലേ, നമ്മളിപ്പോൾ ഫ്രാൻസിസ് അസീസിയുടെ സ്ഥലത്ത് എത്തി, അസീസിയിലെത്തി. നമ്മളിനി പോകുന്നത് ജസ്റ്റ് ഒരു മാതാവിൻ്റെ പേരിലുള്ള ഒരു ചർച്ചിലേക്കാണ്. ഇതാണ് പള്ളി വിളിക്കാട്ടോ. അതൊന്നും എടുക്കാൻ പറ്റാതില്ല. ഇത് സെൻറ്റ് ക്ലെയറിൻ്റെ ഒരു സ്റ്റാച്യു. ഇവിടുത്തെ റോസിനൊക്കെ മുള്ളുണ്ടെന്ന് തോന്നുന്നു. ഫ്രാൻസിസ് അസീസി കിടന്ന് ഉരുണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് മാത്രമേ ഉള്ളില്ലാത്തുള്ളൂ. ഓ, സെയിൻറ്റ് ക്ലെയർ, അത് ഫ്രാൻസിസിനാണ്. അത് ഫ്രാൻസിസാണ്. അല്ല, ഇതിൽ സെൻറ്റ് ക്ലെയറിൻ്റെ ഓരോ ജീവിതത്തിലെ സംഭവങ്ങൾ കാണിച്ചിരിക്കുന്നതാണ്. ക്ലെയർ വീട്ടിൽ നിന്ന് ഇറങ്ങി പോകുന്നതാണ് അതിൻ്റെ പച്ചത്. ഫ്രാൻസിസ് ക്ലെയറിൻ്റെ മുടി കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ആണ്. ഡോണിങ് ദ ഹാബിറ്റ് ഓഫ് ദ പോസ്റ്റെങ്കിലാണ് ഹാബിറ്റ് കൊടുക്കുന്നത്. ഡെത്തിനെ കുറിച്ചാണ് പോർസെങ്കിലയിലുള്ള ക്രിബിൻ്റെ ഒരു സെറ്റപ്പ് ആക്കി. അതുകൊണ്ട് എവിടെ ചെന്നാലും
പള്ളിയിലേക്കാണ് പോകുന്നത് കേട്ടോ. ഫ്രാൻസിസ് അസീസിയുടെ പള്ളിയാണോ? നമ്മളിപ്പോൾ പോകുന്ന സ്ഥലത്ത് എങ്ങനെയാണെന്ന് ചിലപ്പോൾ അതിനകത്ത് എങ്ങനെ പറയാനോ മെസ്സേജ് വിടാനോ പറ്റത്തില്ലാത്തതുകൊണ്ടാണ്. പള്ളിയിൽ വെച്ച് ഫ്രാൻസിസ് അസീസിക്ക് മാതാവ് ഒരു ദർശനം കൊടുക്കുകയാണ്. ഇങ്ങനെ ഈ സ്ഥലത്ത് പള്ളി പണിയണം. പള്ളി ഇവിടെ എന്താണ്, ഇതിലെ ഈ പള്ളിയിൽ കൂടെ കയറി ഇറങ്ങുന്നവർക്ക് പൂർണ്ണ ദണ്ഡവിമോചനം. അപ്പോൾ അങ്ങനെ പണിയപ്പെട്ട പള്ളിയാണ്. നമ്മൾ കേട്ടിട്ടുണ്ട് പോർച്ചുഗലാന്ന്. അതാണ് ഇവിടെ നമ്മൾ പോകുന്ന സ്ഥലം. അതാണ് ചിലപ്പോൾ അതിനകത്ത് ചെല്ലുമ്പോൾ നമുക്കിങ്ങനെ പറഞ്ഞുകൊണ്ട് വീഡിയോ എടുക്കാൻ പറ്റുന്ന ഒരവസ്ഥയല്ല. അതുകൊണ്ടാണ്. ഇപ്പോൾ നമ്മൾ അസീസി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയിട്ട് നടന്നു പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതൊക്കെ കൂടുതലും നമുക്ക് നടക്കാനേ പറ്റത്തുള്ളതാണ്. ഇത് ജസ്റ്റ് ഒരു ബിൽഡിങ്ങിൽ നമ്മൾ എടുക്കുന്നതേ ഉള്ളേ. ഇവിടെ ഇത് പോർച്ചുഗൽ അതാണോന്ന് അറിഞ്ഞുകൂടാ. ഞാൻ ജസ്റ്റ് ഒന്ന് എടുക്കുന്നതേ ഉള്ളൂ. മീനാമ്മയ്ക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി കയറിയേക്കാണ്. ഹോട്ടൽ പോർച്ചുഗൽ. ഈ ബസിലിക്കയുടെ നടുക്കാണ് ഇത് കാണിക്കുന്നത് കേട്ടോ. ഇത് കാണും. നമ്മൾ മുമ്പേ കണ്ട ബസിലിക്ക അത് അതിൻ്റെ ഇടയ്ക്കാണ് ഈ ഫ്രാൻസിസ് അസീസിക്ക് മാതാവിന് ദർശനം ഉണ്ടായ സ്ഥലം. നമ്മളിപ്പോൾ കയറിയ സ്ഥലം. അതിനകത്ത് വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. എൻ്റെ ബാക്കിയായിട്ട് ഈ ആൾക്കാർ ഈ നമ്മുടെ ജെസിയമ്മയുടെ ചേച്ചിയുടെ മോടെ വീടാണ് കേട്ടോ. ഇത് നമ്മുടെ ഇത് ചേച്ചിയുടെ മോള് ഷൈനി, ഇത് ഹസ്ബൻഡ് വൈജു, പിന്നെ ഇത് കുഞ്ഞുങ്ങൾ കെസിയ മോള്. ആനിക്കുട്ടിയുടെ പേര് പറഞ്ഞേ. കെലിസ്റ്റ and കെൻഡലീന. മേരിക്കുട്ടി, ഇത് സിസ്റ്റേഴ്സ്. ഞങ്ങളെല്ലാവരും കൂടി ഇവിടെ ഹൗസിൽ വന്നാണ്. ഇത് ഷൈനിക്ക് കുറേ കിട്ടിയ അവാർഡ്സുകളൊക്കെയാണ് അങ്ങനെ വെച്ചിരിക്കുന്നത്. കുറേ ഷൈനി നമുക്കറിയാവുന്നതുപോലെ ഷൈനി ഇവിടെ സ്കൂളിൽ പഠിപ്പിക്കുന്നു. ബൈജു ഇവിടെ വർക്ക് ചെയ്യുന്നു. ഇവർ ഈ കുഞ്ഞുങ്ങളെ മൂന്ന് പേരെയും ഫ്രാൻസിസ് പാപ്പ എടുത്തിട്ടുള്ളതും ബ്ലെസ് ചെയ്തിട്ടുള്ളതും ഒക്കെയാണ് കേട്ടോ. കുഞ്ഞു മോളെ 17 ദിവസമായപ്പോഴേ പാപ്പ തൊട്ടിട്ടുണ്ട്. അങ്ങനെ ഇതിവിടെ സ്വന്തമായിട്ട് മേടിച്ചിരിക്കുന്ന വീടാണിത്. ഇപ്പം ഇവിടെ കണ്ടോ, ഇവർ വീടുകൾ മൊത്തം വീട്ടിൽ ഇവർ പറ്റുന്ന സ്ഥലങ്ങളിലൊക്കെ ഇതേ വേർഡ് ഓഫ് ഗോഡ് എഴുതി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ഷൈനി ചെയ്യുന്നവർ തന്നെ ഹൗസിൽ മിക്കവാറും സ്ഥലങ്ങളിൽ വേർഡ് ഓഫ് ഗോഡ് ഉണ്ട്. ഒരു ഡൈനിങ് ഹാളാണ്. ഡൈനിങ് ഹാളിൽ പ്രാർത്ഥനയ്ക്ക് പോലെ ഭക്ഷണത്തിന് മുമ്പ് പ്രാർത്ഥിക്കുന്ന സ്ഥലം. അപ്പം നമ്മളിന്ന് ലഞ്ച് എടുത്തിട്ട് ഫാമിലി ക്ലെയറിൻ്റെ ടൂമ്പിലേക്ക് ഇറങ്ങിപ്പോകുന്നുണ്ട് കാണുന്നുണ്ട്. സെൻറ്റ് ഫ്രാൻസിസിൻ്റെ വേറെ ബസിലിക്കയാണത് കേട്ടോ. ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ ബസിലിക്ക. അതാണ് പെറൂജ സിറ്റി. ഇപ്പോൾ ഈ ഭയങ്കര വെയിലാണ്, നമുക്ക് അതിൻ്റെ ഒരു ഇച്ചിരി ക്ലാരിറ്റി കുറവുണ്ട്. പക്ഷേ അതാണ്, അവിടെയാണ് പെറൂജയിലേക്കാണ് ഫ്രാൻസ് യുദ്ധത്തിന് പോകുമ്പോഴാണ് ദർശനം. അത് ഇവിടെ ഏകദേശം ഇവിടേക്ക് വെച്ചായിരിക്കുന്നത്. അവിടെ ഒരു ടൗൺഷിപ്പ് കാണുന്നുണ്ട് താഴെ, അവിടെ കൊളസ്ത്രാത, അവിടെ വെച്ചിട്ടായിരിക്കണം ഫസ്റ്റ് ദർശനം ഉണ്ടായെന്നാണ് പറയുന്നത്. ഹൂം ആർ യു സെർവിങ് എന്നുള്ള ചോദ്യം കേട്ടത്. മാസ്റ്റർ ഓഫ് സെർവൻ്റ് എന്നുള്ള ചോദ്യം കേൾക്കുന്നതായിരിക്കുന്നു.
ഇത് അങ്ങേറ്റത്ത് കാണുന്നത് മാർപ്പാപ്പമാരുടെ റൂമാണ്. കാർലോക്കിറ്റസിൻ്റെ അടങ്ങിയ മ്യൂസിയമാണ് കേട്ടോ. നമ്മുടെ യുവാക്കൾക്കൊക്കെ ഒരു മാപ്പിളയാണ്. വിശുദ്ധ കുർബാനയുടെ ഭക്തി മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിച്ച വ്യക്തി. ഇംഗ്ലീഷിലുള്ള എഴുതിയത് സെൻറ്റ് ഫ്രാൻസിസിൻ്റെ ബസിലിക്കയാണ്. ഇതിനകത്തെല്ലാം ഫ്രാൻസിസ് അസീസിയുടെ ചരിത്രങ്ങളാണ് ഇങ്ങനെ പോകുന്നത്. ഇത് ബസിലിക്ക ഓഫ് സെൻറ്റ് ഫ്രാൻസിസ് അസീസി. ഇവിടെ ഉള്ളത് മുഴുവനും ഫ്രാൻസിസ് അസീസിയുടെ ജീവചരിത്രങ്ങളാണ്. വിശുദ്ധ ജോൺ പോൾ സെക്കൻഡിൻ്റെ പലതരത്തിലുള്ള ഫോട്ടോസാണ്. ഇനി നമ്മൾ പോകുന്നത് വിശുദ്ധ കാർലോ അക്വിറ്റിസിൻ്റെ കബറിടത്തിലേക്കാണ്. വിശുദ്ധനാക്കുന്നു. ശരീരം വിശുദ്ധ കാർലോ അക്വിറ്റിസിൻ്റെ ശരീരമുള്ള സ്ഥലത്തേക്കാണ് നമ്മൾ. ഫ്രാൻസിസ് പാപ്പ മരിച്ച ആ ആഴ്ച വിശുദ്ധനാക്കാനിരുന്ന ആളാണല്ലോ. മരിച്ചതുകൊണ്ട് എനിക്കൊന്ന് സെപ്റ്റംബർ 7 ഞാൻ തോന്നുന്നു ഈ പ്രാവശ്യം ആക്കുന്ന ബോഡി ഇരിക്കുന്ന സ്ഥലത്തേക്കാണ്. അതേപടി ബോഡി അവിടെ തന്നെ ഉണ്ട്. ആ സ്ഥലത്തേക്കാണ് ഇപ്പം നമ്മൾ പോകുന്നത്. സെൻറ്റ് ഫ്രാൻസിസ് ഗാർഡൻ ആണ് കേട്ടോ. പേസ് എന്ന് പറഞ്ഞാൽ ഫോട്ടോ കണ്ടിട്ട് പറഞ്ഞാൽ എനിക്ക് അത് ജോൺ പോൾ രണ്ടാമനാണോ? അല്ല ഇവിടെ ഒരാഴ്ച റിട്രീറ്റ് വന്നു. എന്നിട്ട് നടക്കണം. തൊപ്പയെല്ലാം ഫ്രാൻസിസ് അസീസിയുടെ കത്തീഡ്രലല്ല പള്ളിയാട്ടോ. ടൂംബിരിക്കൽ ബസിലിക്ക. ഇവിടെയാണ് ഫ്രാൻസിസിൻ്റെ കല്ലറയുള്ളത്. ഇത് നമ്മൾ ഇറങ്ങി പോണ താഴേക്ക്. ഇവിടെ വീഡിയോ ഒക്കെ നിരോധിച്ചിരിക്കുന്നതാണ് കേട്ടോ. എല്ലായിടത്തും കുമ്പസാര കുടഞ്ഞ് കളയുന്നു. വിശുദ്ധ കാർലോ അക്വിറ്റിസിൻ്റെ ഹാർട്ട് കിടന്ന റൂമാണ് കേട്ടോ. He was treated like the superiors didn't understand this sanity. They thought it is an evil possession, so they were afraid. So they used to kept him here 17 years then, not 1 or 2, 17 years. So after that he
എടുക്കാൻ പെർമിഷൻ ഇല്ലാത്തതാണ്. അതുകൊണ്ട് ഞാൻ ജസ്റ്റ് ചെറിയൊരു വീഡിയോ എടുക്കുന്നതാണ് കേട്ടോ. അത് എഴുതി വെച്ചിട്ടുണ്ട് നോ ഫോട്ടോ നോ വീഡിയോ എന്നൊക്കെ. ഇപ്പം ഇതെല്ലാം ഇങ്ങനെ റിനോവേറ്റ് ചെയ്ത് ഇങ്ങനെ ആക്കിയേക്കുന്ന പണ്ടത്തെ എല്ലാം മാറ്റി അടിച്ച് ഒരു പോപ്പും സിക്സ്റ്റസ് കുർബാന അർപ്പിച്ചുകൊണ്ടിരുന്നപ്പോൾ തന്നെ വെടിയേറ്റ് മരിച്ച സ്ഥലമാണ് ആൾത്താരെ പോലെ ഇരിക്കുന്നത്. ഒന്നും ഫോൺ എടുക്കാൻ അനുവാദം ഇല്ലാത്തതുകൊണ്ട് ഞാനിങ്ങനെ സംസാരിക്കുന്നതൊക്കെ. ഫോട്ടോ എടുക്കാൻ പാടില്ല. സെയിൻറ്റ് സിസിലിയ പിക്ചറാണ് ഇത്. പഴയ കുറച്ചിങ്ങനെ വരച്ചതും നൂതന കാലത്ത് മരിച്ചതും ഒക്കെ ആയിട്ട് കുറേ സംഭവങ്ങളുണ്ട് കേട്ടോ. മുകളിലോട്ട് ഭയങ്കര ഇനി ആദ്യം എയർലി ക്രിസ്ത്യൻസ് ആദിമ ക്രിസ്ത്യാനികളുടെ സെമിട്രിയിലേക്കാണ് പോകുന്നത്. എന്താരമാണ് എന്താരം. എക്സ്പ്ലനേഷനൊക്കെ കഴിഞ്ഞുകൊണ്ട് അങ്ങനെ പറയാമെന്ന് നമുക്കറിഞ്ഞൂടാ കേട്ടോ. എക്സ്പ്ലനേഷനൊന്നും ചെയ്യാനൊന്നും പറ്റത്തില്ല. ബോഡി വെക്കുന്നതും അതായത് ഫാമിലി ട്യൂബ് എന്നൊക്കെ നമ്മൾ കുടുംബക്കല്ലറയെന്നും കൊച്ചു പിള്ളേരുടെ കല്ലറയെന്നും ഒക്കെ പറയുന്ന സംഭവമാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. ലൈറ്റും ഇങ്ങനത്തെ ഫിറ്റിങ്സും ഒക്കെ ഇപ്പം ചെയ്ത് വെച്ചിരിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇത് മറിഞ്ഞു വീണ് നേരത്തെ ഒന്നും ഇല്ല. ഇങ്ങനെ കല്ലറകൾ പോലെ മാത്രമേ ഉള്ളൂ. വല്ലതും നമുക്ക് ശ്വാസം മുട്ടിപ്പോലെ. ഗൈഡില്ലാതെ ഇതിനകത്ത് കയറാൻ പറ്റുകയില്ല. കാരണം നമുക്ക് എതിരെ പോകേണ്ട പല സ്ഥലം അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലാം ഉണ്ടല്ലോ. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇറങ്ങിയാൽ ശ്വാസം മുട്ടുകയും ചെയ്യും. വഴിയറിയത്തില്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നമ്മൾ മിക്കവാറും ഇവിടെ രക്തസാക്ഷിയായി കിടക്കേണ്ടി വരും. പൊക്കം പോലില്ല. വരെ ഉണ്ട്. ഓരോരുത്തരുടെ കൂട്ടത്തിലും ഗൈഡുണ്ടോ? ഓരോ ആൾക്കാരുടെ കൂട്ടത്തിലും ഗൈഡ്. ഓരോ ആൾക്കാരല്ല, ഓരോ സെറ്റ് ലാംഗ്വേജ് അനുസരിച്ച് ഗൈഡുകളുണ്ട്. Now we are in the cubicle of the ഓരോരോ പെയിൻറ്റിങ്സ് ഒക്കെയാണ് കേട്ടോ. എന്തൊക്കെയാണ് ഓർമ്മത്തില്ല. ലാസ്റ്റിലുള്ള മരണവും റിസറക്ഷനും എല്ലാം നമ്മളത് കാണാൻ നമുക്ക് അത്ര ക്ലിയർ ആയിട്ട് മനസ്സിലാകത്തൊന്നും ഇല്ല കണ്ടാലൊന്നും. നമുക്ക് ജസ്റ്റ് ഇങ്ങനെ പോകാന്നുള്ള ഇവർ പറയുന്ന എടുക്കാനൊന്നും അനുവാദമില്ല കേട്ടോ. ഇതുപോലെ അനുവാദമില്ല. ഞാൻ അവർ കാണാതെ എടുക്കുന്നതാണ്. ഇന്ന് here, and some tombs they were collapsed. അല്ല പറഞ്ഞേരാ എങ്ങനെ വരുന്നേക്കെന്ന് പറഞ്ഞു.